ഉൾപ്പെടെ നിലനിർത്തി വരുന്ന നാളുകളിലും വാത്സല്യ പിതാവിന്റെ പാത പിന്തുടരുവാൻ തക്കവണ്ണം കർത്താവെല്ല കൃപയും പ്രിയപ്പെട്ട ഓരോരുത്തർക്കും കൊടുക്കുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഒരു വിശുദ്ധന് ഉചിതമാവണ്ണം കർത്താവെ, മഹനീയമായ ശുശ്രൂഷകൾ ഇന്ന് പകൽക്കാലം നിറവേറ്റപ്പെടുവാൻ വേണ്ട ഉയരത്തിലെ ആത്മീയ കൃപ കർത്താവെ ഓരോ പ്രിയപ്പെട്ടവർക്കും അവിടുന്ന് കൊടുക്കണം. അനുസ്മരണം പറയുന്നവര്, വചന ശുശ്രൂഷ നിർവഹിക്കുന്നവര്, മറ്റു വിവിധ നിലയിലുള്ള ശുശ്രൂഷകളെല്ലാം ഭംഗിയായിട്ട് തീരുവാൻ, അതിലൂടെ കർത്താവെ അങ്ങയുടെ നാമം മഹത്വമെടുക്കുവാനും അനേകരുടെ ജീവിതത്തിൽ മരണത്തിനപ്പുറമുള്ള മഹനീയമായ പ്രത്യാശയെ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കൊണ്ട് യേശുനാഥനെ നെഞ്ചിലേറ്റാത്തവര് യേശുനാഥനെ നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിതത്തിൽ മടങ്ങുവാനും തക്കവണ്ണം കർത്താവെ അങ്ങിടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ നന്മകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. അങ്ങ് തന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങിങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി അതിനെല്ലാമായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. മാനവും മഹത്വവും അവിടുത്തെ പാതാരബന്ധങ്ങളിൽ ആരാധനയോട് സമർപ്പിക്കുന്നു. എല്ലാം അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ വ്യത്യസ്ത തുറകളിൽപ്പെട്ട അനേകര് വളരെ അടുത്ത് അനുഭവത്തിൽ നിന്ന് അനുസ്മരണയുടെ വാക്കുകൾ പറയുവാൻ കടപ്പെട്ടവരുണ്ട് എന്നറിയാം. എന്നാൽ പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി മാത്രം വളരെ തിരഞ്ഞെടുത്ത ചുരുക്കം ചില പ്രിയപ്പെട്ടവർക്ക്, അത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നീണ്ട ഒരു ലിസ്റ്റാണ്. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായ സമയത്ത് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ആ നിലയിൽ വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സമയകൃത്യത പാലിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. നാം ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, ഈ ശ്രേഷ്ഠ ദൈവദാസന് എല്ലാ ആദരവോടും കൂടിയുള്ള ഒരു യാത്രയയപ്പാണ് നാം ഇപ്പോൾ ഇവിടെ നൽകുന്നത്. തൻ്റെ ജീവിത ശുശ്രൂഷാ കാലത്ത് സമയം കൃത്യമായി പാലിക്കുക എന്നുള്ളതിൽ വളരെ നിർബന്ധമുണ്ടായിരുന്ന ഒരു ദൈവദാസനാണ്. തൻ്റെ ശുശ്രൂഷകളിലും അതുപോലെ താൻ ചുമതലയെടുത്ത് നടത്തപ്പെടുന്ന മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്നവരോടുള്ള ബന്ധത്തിലുമൊക്കെ ആ കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠ നിർബന്ധം ഉണ്ടായിരുന്ന ഒരു ദൈവദാസനാണ്. അതുകൊണ്ട് പ്രത്യേക ആ ദൈവദാസന്റെ ഭൗമിക ശരീരം വെച്ചുകൊണ്ടുള്ള ശുശ്രൂഷയുടെ മുൻപിലും അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും സമയനിഷ്ഠ പാലിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. താൻ ഏർപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത തുറകളെക്കുറിച്ചൊക്കെ പിന്നാലെ വിവിധ നിലകളിൽ ഇവിടെ പരാമർശിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. താൻ ഒരു ബൈബിൾ സ്കൂളിന്റെ പ്രവർത്തനം ചില നാളുകൾക്ക് മുമ്പ് നടത്തിയിരുന്നത്
ബാബുച്ചാൻ ചെയ്ത ആ മെസ്സേജ് ഇന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് പറയാനിടയായി. തൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന ഏതൊരു മനുഷ്യർക്കും വളരെ ഒരിക്കലും മറക്കാനാവാത്ത പുസ്തകങ്ങളാണ് തൻ്റെ ചിന്തകളും എല്ലാം. ഒരിക്കൽ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബാബുച്ചാൻ്റെ ക്രമീകൃതമായ ജീവിതം കണ്ട് എനിക്ക് വളരെ അതിശയപ്പെടുവാനായിട്ടിടയായി. കൃത്യസമയത്ത് പ്രാർത്ഥിക്കും, കൃത്യസമയത്ത് വചനം വായിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ദുഃഖം നിറഞ്ഞ ഒരു മുഹൂർത്തമാണിത്. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ട യുക്തിചിന്തയുടെയും വിപ്ലവ മൂല്യങ്ങളുള്ള ഒരു കുടുംബത്തിൽ പിറന്ന വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ 92-ൽ വീണ്ടും ജനിക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം നൽകി. എൻ്റെ മനസ്സിലെ ഓരോ യുക്തി ചിന്തയുടെയും കുരുക്കുകളെല്ലാം ഓരോന്നായി അഴിച്ചു മാറ്റി തന്നത് കർത്താവിൻ്റെ വലിയദാസൻ എം തോമസ് സാറാണ്. മാത്രമല്ല, ഒരു സുവിശേഷ വയലിലേക്ക് എന്നെ കൈക്ക് പിടിച്ച് നടത്തിയതും പ്രിയ ദാസനാണ്. ദൈവവിളി എനിക്കുണ്ടായിട്ടും പ്രാരാബ്ദങ്ങളുടെ നടുവിൽ ഞാനതെല്ലാം മറന്ന് പിന്നെയും ഭൗതിക ജോലിയോട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ദേവദാസനെങ്കിൽ പറയുമായിരുന്നു, ദൈവം വിളിച്ചിട്ടിറങ്ങിയില്ല എങ്കിൽ ദൈവം തൊഴിച്ചിറക്കുമെന്ന്. എനിക്ക് വിശദീകരിക്കാനായിട്ട് ഇപ്പോൾ സാഹചര്യമില്ല. എന്നെ സ്ഥാനപ്പെടുത്തിയതും പ്രിയ സാറാണ്. താൻ ചന്നപ്പട്ടയിൽ നടത്തിയ ബയോ കോളേജിലെ ആദ്യ ബാച്ചിൽ പഠിക്കാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിക്കാനായിട്ടിടയായി. അന്നത്തെ ബാച്ചിൽ ഞാൻ അന്ന് ഏറ്റവും ആദ്യം 5 മണിക്ക് മുമ്പേ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും സാറ് പല്ല് തേക്കുന്നതോ കുളിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം 5 മണിക്ക് മുമ്പേ എഴുന്നേൽക്കുന്ന എന്നേക്കാൾ മുൻപേ ഇതെല്ലാം ചെയ്ത് ക്ലീനായിട്ട് ഓഫീസ് റൂമിലിരിക്കുന്ന ഒരു സാറിനെയാണ് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്.
തൻ്റെ ജീവിതം എനിക്കൊരു പാഠപുസ്തകം തന്നെയായിരുന്നു. സുവിശേഷകന്മാരെക്കുറിച്ചൊന്നും ഞാൻ ഒത്തിരി കണ്ടിട്ടില്ല, പക്ഷേ തന്നിലൂടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടിടയായി. വാസ്തവത്തിൽ ഞങ്ങളുടെ അവിടുത്തെ പഠന കളരി എൻ്റെ സുവിശേഷ പ്രവർത്തനത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. എനിക്ക് പിതാവും ഗുരുവുമായിരുന്നു. പ്രിയ ആൻറ്റിയും ജെയിംസ് മോനും മോളും അതുപോലെ കൊച്ചുമോനും ഒക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു. വളരെ സന്തോഷം നിറഞ്ഞായിരിക്കുന്ന ആ നാളുകൾ ദൈവീയ പഠനത്തെക്കാൾ ഉപരി ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം, ഒരു ദൈവദാസൻ എങ്ങനെയായിരിക്കണമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്നതായിരുന്നു. കൂടുതലായിട്ട് ചിരിക്കുകയില്ല, സംസാരിക്കുകയില്ല, എപ്പോഴും കസേരയിൽ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്ത് എന്ന് ചോദിച്ചാലും സംസാരിക്കുന്നതും കണ്ണടച്ചുകൊണ്ടാണ്. ധ്യാന ചിന്താത്മകമായ ഒരു ജീവിതമായിരുന്നു തൻ്റെ ജീവിതം എന്നുള്ളതിൽ വളരെ അഭിമാനത്തോടുകൂടെ ഓർക്കാൻ പറ്റുന്ന കാര്യമാണ്. പലപ്പോഴും എൻ്റെ ആദ്യ നാളുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ രീതികളിലൂടെ തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നതും അനുകരിക്കുന്നതൊക്കെ അങ്ങനെയായിരുന്നു. എല്ലാം പെടുന്നതിനെ കൈവിട്ട് പോയത് ഓർക്കുമ്പോൾ വലിയ ദുഃഖം തോന്നുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. സാർ ഒരിക്കലും ഇങ്ങനെ പറയാൻ ഇടയായിരുന്നു, സജി ആത്മാർത്ഥമായിട്ട് ഒന്നിനെയും മുറുകെ സ്നേഹിക്കാൻ പാടില്ല. കാരണം എന്തും നമ്മുടെ ഈ ലോകത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെങ്കിൽ നമ്മുടെ മരണമായിരിക്കാം, വേണ്ടപ്പെട്ടവരുടെ മരണമായിരിക്കാം. അതുകൊണ്ട് ഈ മരണമൊന്നും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനോ തകർത്ത് കളയുവാനോ വരരുത്. അതുകൊണ്ട് സ്നേഹമൊക്കെ അളവിൽ കുറഞ്ഞു മാത്രമേ ആകാവുള്ളൂ. ദൈവത്തോട് മാത്രമായിരിക്കണം കൂടുതൽ സ്നേഹം. എല്ലാവിധ യാത്രാമംഗളങ്ങളും ഞാൻ കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ ബാബുച്ചാന് നേറുകയാണ്. കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ആൻറ്റിക്കുമൊക്കെ ആശ്വാസം സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവദാസന്റെ കീഴിൽ വചനം അഭ്യസിച്ച അനേക സഹോദരന്മാരുണ്ട്. കർത്താവിൻ്റെ വേലയിൽ അനേകർ ഇന്ന് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ തന്നെക്കുറിച്ച് വ്യക്തിപരമായ അനുഭവത്തിൽ തന്നെ വളരെ കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ഒരു സഹോദരനോട് അല്പം ചില വാക്കുകൾ അറിയിക്കും. ഇന്ന് കർത്തൃവേലയിലായിരിക്കുന്ന പ്രിയ സഹോദരൻ മിനോയി. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മരിക്കുന്നവരുടെ നാട് വിട്ടപ്പോൾ ജീവിക്കുന്നവരുടെ നാട്ടിലേക്ക് കർത്താവിനോട് കൂടെ പ്രിയ കർത്തൃദാസൻ ചേർക്കപ്പെടുവാനിടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനങ്ങനെ പ്രസാദമായി. കൊളുത്തുപുഴയിൽ വെച്ച് നടന്ന ബൈബിൾ സ്കൂളിലാണ് എനിക്കും ആദ്യമായിട്ട് പ്രിയ ആശാനെ കാണുവാൻ ഇടയായിത്തീർന്നത്. അവിടെ പഠനത്തിനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഒരു ഗുരു ശിഷ്യ ബന്ധമായിരുന്നു. എന്നാൽ ആ പഠനം തീർന്നു കഴിഞ്ഞപ്പോൾ അതൊരു പിതൃപുത്ര ബന്ധത്തിലേക്ക് മാറ്റപ്പെട്ടു. അവിടെ പഠനത്തിന് ശേഷം ഒരു പിതാവിൻ്റെ എല്ലാ വാത്സല്യവും കരുതലും പ്രിയ കർത്തൃദാസനിൽ നിന്ന് എനിക്ക് അനുഭവിക്കുവാനിടയായി. ഞാൻ അവിടെ നിന്ന് പഠിച്ച് ഇറങ്ങിയതിന് ശേഷം ഓരോ 3 മാസം കൂടുമ്പോഴും ബാബുച്ചാൻ എന്നെ വിളിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പ്രിയ ജെയിംസിനേക്കാൾ ആ ഒരു മൂത്ത മകൻ്റെ സ്ഥാനം എനിക്കെപ്പോഴും അവിടെ ഉണ്ട്. ഏതൊരു കാര്യവും ഇങ്ങനെയാ എന്ന് പറഞ്ഞു തരികയും കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായ നിലയിൽ കണ്ട് മനസ്സിലാക്കാനും ഇടയായിത്തീർന്നിട്ടുണ്ട്. പ്രിയ കർത്തൃദാസന്റെ ദൈവവിയോഗം നമുക്കെല്ലാവർക്കും വളരെ വേദനാജനകമാണെങ്കിലും കർത്താവിന് തന്നെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഹിതം അങ്ങനെയായിരുന്നു. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബത്തെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തൻ്റെ ദിവ്യമായിരിക്കുന്ന ആശ്വാസങ്ങളാൽ ശക്തിപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും ഗുഡലുള്ള
ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ചിൻ്റെയും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ വടക്കൻ പ്രദേശത്തുള്ള സഭകളുടെ സഹകരണത്തിൽ നടക്കുന്ന ഒരു ആത്മീക പ്രവർത്തനമുണ്ട്, മാസവേലയുടെ പ്രവർത്തനം. പ്രിയ സഹോദരൻ ജെയിംസ് ഈ ഭാഗത്ത് ശുശ്രൂഷകൾക്കായിട്ട് കടന്നു വന്ന ശേഷം ആ പ്രവർത്തനവുമായിട്ട് സഹകരിക്കാനുള്ള അവസരങ്ങൾ പലപ്പോഴും തനിക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചുമതലപ്പെട്ടവരുമായിട്ട് ആ നിലയിൽ നല്ല ഹൃദ്യമായ ആത്മീയ ബന്ധം പുലർത്തിയും പോരുന്നു. ആ ശുശ്രൂഷയെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ KC സൈമൺ മുൻപോട്ട് വരുന്നു. അല്പം ചില വാക്കുകൾ പറയുന്നതാണ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. കർത്താവിൻ്റെ സൈന്യത്തിൽ ധീരമായി പോരാടിയ ഒരു ദൈവ ഭൃത്യൻ്റെ ഫ്യൂണറൽ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ തികഞ്ഞ അഭിമാനവും സന്തോഷവുമുണ്ട്. പ്രിയ സഹോദരിക്കും മക്കൾക്കും ദൈവം ഇതുവരെയും ദൈവകൃപ കൊടുത്തു, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ പിതാവിൻ്റെ രോഗവിവരം അറിഞ്ഞ സമയം മുതൽ ഞങ്ങൾ കുടുംബമായും പ്രാർത്ഥനയിൽ ഓർക്കുവാനായിട്ടിടയായിത്തീർന്നു. പ്രിയ ജെയിംസ് വർണ്ണമായിട്ട് നിരന്തരം ബന്ധപ്പെടുവാനായിട്ടിടയായി. എന്നാൽ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിൽ കാര്യങ്ങൾ ഈ നിലയിൽ തെറ്റുകൂടാത്ത ദൈവം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെ ഓർപ്പിച്ചതുപോലെ പ്രിയ ഭവനവുമായിട്ട് പ്രിയ കത്തദാസൻ്റെ മകൻ ജെയിംസ് M. തോമസും അതുപോലെ മറ്റ് മക്കളുമായിട്ടുള്ള ആത്മീകമായ ബന്ധമാണ് ഞങ്ങൾക്കും കുടുംബമായി ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഈ വടക്കൻ പ്രദേശങ്ങളിൽ സ്ഥലം സഭകളുടെ സഹകരണത്തിൽ നടന്നുവരുന്ന മാസവേലയുടെ പ്രവർത്തനങ്ങളിലും കഥാന്തദാസൻ ജെയിംസ് തനിക്ക് കൊടുത്തിരിക്കുന്ന കൃപയ്ക്ക് അനുസരിച്ച് ലഭ്യമായ സമയങ്ങളിൽ കടന്നുവന്ന് സംബന്ധിക്കാറുണ്ട്. താനും പല ശുശ്രൂഷകൾ ആ നിലയിൽ ആ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ടും ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പ്രിയ കത്തദാസൻ AM പ്രസാദ് രാവിലെ അങ്കമാലിയിൽ വന്ന് കണ്ടു പോകുവാനായിട്ടിടയായി. മറ്റൊരു ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് താൻ കടന്നുപോയിട്ടുണ്ട്. തൻ്റെ ദുഃഖവും അതുപോലെ മാസവേലയുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാരും ഈ വേർപാടിൻ്റെ ദുഃഖത്തിൽ നിങ്ങളോട് ചേർന്ന് പങ്കുകൊള്ളുന്നു. കർത്താവ് ആവശ്യമായ കൃപ നൽകട്ടെ. ഞാനൊരു വാക്യം ബൈബിളിൽ നിന്ന് പറഞ്ഞ് ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതുന്ന 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പ്രിയ കർത്താവിൻ്റെ ദാസനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ നല്ല ഭടനായി കർത്താവിനെ സ്നേഹിക്കുവാൻ സേവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ തന്നെ പൗലോസ് പിന്നെയും പറയുന്നുണ്ട്, നല്ല മനസാക്ഷിയുള്ളവനായി നല്ല യുദ്ധസേവ ചെയ്യുക. വാത്സല്യ പിതാവ് നാം ഇവിടെ കേട്ടതുപോലെ നല്ല മനസാക്ഷിയുള്ളവനായി നല്ല യുദ്ധസേവ ചെയ്ത് കർത്താവിൻ്റെ നല്ല ഭടനായി തൻ്റെ ശുശ്രൂഷ നിവർത്തിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ആ നല്ല മാതൃക പിൻപറ്റുവാൻ നമുക്കേവർക്കും ദൈവം കൃപ ചെയ്യട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ആശ്വാസമേനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസക്കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധം ആനന്ദക്കൂട്ടരെ കാണുന്നല്ലോ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധം ആനന്ദക്കൂട്ടരെ കാണുന്നല്ലോ ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു പ്രിയ തോമാച്ചായൻ ഞങ്ങളെപ്പോലുള്ളവർക്കൊരു ജ്യേഷ്ഠ സഹോദരനാണ്. ഞങ്ങളെപ്പോലുള്ള അനേകരെ അവർക്കുള്ള കഴിവുകൾ കണ്ടുപിടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഓർപ്പിച്ചൊരു ബൈബിൾ സ്കൂൾ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയത് ഇവാഞ്ചൽ റേഡിയോ മിനിസ്ട്രി അതിൻ്റെ സാരഥ്യം വഹിക്കുന്നു. ഞാൻ ശുശ്രൂഷയ്ക്ക് വന്ന ആരംഭ നാളുകളിൽ തന്നെ ഈ ബൈബിൾ സ്കൂൾ പഠിപ്പിക്കാനുള്ള അവസരം നൽകി, ഈ റേഡിയോ മിനിസ്ട്രിയിൽ സന്ദേശങ്ങൾ കൊടുക്കുവാനുള്ള അവസരങ്ങൾ നൽകി. ആ നിലയിൽ തന്റെ പ്രോത്സാഹനങ്ങൾ ശുശ്രൂഷയിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള അനേക ദൈവദാസന്മാരുണ്ട്. കൂടാതെയും മറ്റു പല സന്ദർഭങ്ങൾ ആ നിലയിൽ മറ്റുള്ളവർക്ക് ഒരുക്കി കൊടുക്കുന്ന ഒരു നല്ല മാതൃക പ്രിയ ദൈവദാസിൽ കാണുവാൻ കഴിയുമായിരുന്നു. ആ നിലയിൽ ശുശ്രൂഷകളിൽ പ്രോത്സാഹനം ലഭിച്ച ഒരു സഹോദരൻ സുവിശേഷൻ ബിനു മാത്യു ഇപ്പോൾ അല്പം ചില വാക്കുകൾ അറിയിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ബാബുച്ചാനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാമെങ്കിലും പ്രിയ തൻ്റെ ഇളയ മകൻ ബിജോയുടെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് വളരെ അടുത്തറിയുവാനും വളരെ ശക്തമായൊരു ആത്മീയ ബന്ധം പുലർത്തുവാനും ഇടയായിട്ട് തീർന്നത്. എൻ്റെ ഭവനത്തിൽ കടന്നു വരികയും ഞങ്ങൾക്ക് ഒരുമിച്ച് അനേക കാര്യങ്ങൾ ഓർക്കുവാൻ ഇടയായി തീരുകയും ചെയ്തിട്ടുണ്ട്. ആ വിവാഹം വന്നപ്പോൾ അത് ലീഡ് ചെയ്യുവാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. അടൂര് കിളിവയിൽ നടന്ന കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വനം ശുശ്രൂഷയ്ക്ക് ശേഷം നേരം വെളുക്കുന്നത് വരെ ഇരുന്ന് ഞങ്ങൾക്ക് 3 പേർക്ക് പൊടിമാമയ്ക്കും ബാവുച്ചായനും എനിക്കും അനേക കാര്യങ്ങൾ ഓർക്കുവാൻ സംസാരിപ്പാൻ ഇടയായിട്ട് തീർന്നു. നല്ല ഓർമ്മകൾ മനസ്സിൽ ധാരാളമായിട്ട് നിൽക്കുന്നു. തൻ്റെ ജീവിതകാലത്ത് ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ കൃത്യമായി നിർവഹിക്കുവാൻ ദൈവം തനിക്ക് അവസരം കൊടുത്തു. ആ അവസരം മുഴുവനായിട്ട് താൻ പ്രയോജനപ്പെടുത്തി. 60 വയസ്സേ തനിക്കുള്ളൂ എങ്കിലും ഒരു പുരുഷായുസ് കൊണ്ട് മുഴുവൻ ചെയ്തു തീർക്കേണ്ട മുഴുവൻ കാര്യങ്ങളും തന്നെക്കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചു എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്തു എന്ന് മാത്രമല്ല, തൻ്റെ തലമുറയെയും കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ പ്രസാദിച്ച ദൈവത്തിന് അനുഗ്രഹീതമായ ഒരു മാർഗനിർദ്ദേശവുമായിട്ട് താൻ ആയിരിക്കുകയും ചെയ്തു എന്നുള്ളത് നന്ദിയോടുകൂടെ ഓർക്കേണ്ടതായ കാര്യമാണ്. പ്രിയപ്പെട്ട മക്കളും മരുമകനുമൊക്കെ കർത്താവിനെ സേവിക്കുന്നു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠകരമായ സന്തോഷകരമായ ഒരനുഭവമാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നൊരു വാക്യം ഞാൻ ഇപ്രകാരം വായിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന വാക്യം പ്രിയ തോമാച്ചാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അർത്ഥവത്തായ വാക്യമായിട്ടാണ് ഈ ദിവസങ്ങളിൽ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്.
എന്നാൽ നീ ഇത് നിന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചു. ഇതായിരുന്നു നിന്റെ താല്പര്യമെന്ന് ഞാൻ അറിയുന്നു. ഇതായിരുന്നു നിന്റെ താല്പര്യമെന്ന് ഞാൻ അറിയുന്നു. ദൈവഭക്തനായ ഇയ്യോബ് പറഞ്ഞ വാക്കാണിത്. ഇത് അവന്റെ താല്പര്യമായിരുന്നു. ഒരു ട്രാൻസ്ലേഷനിൽ വായിക്കുമ്പോൾ ഐ നോ ദാറ്റ് ദിസ് വാസ് ഇൻ യുവർ മൈൻഡ്. മറ്റൊരു ട്രാൻസ്ലേഷൻ വായിക്കുന്നത് ഐ നോ ദാറ്റ് ദിസ് ഈസ് വിത്ത് യു. ഞാൻ ഈ വാക്ക് POC ബൈബിളിൽ വായിച്ചപ്പോൾ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു, നിന്റെ ലക്ഷ്യം ഇതായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ട തോമാച്ചായൻ കൊളത്തുപ്പുഴയിൽ നിന്ന് പോരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ താല്പര്യത്തിന്റെ ഭാഗമായിരുന്നു. അതറിയാവുന്നവർക്ക് നന്നായിട്ടറിയാം. താൻ അടൂരിൽ വന്ന ദീർഘനാളുകളായിരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ താല്പര്യമായിരുന്നു. എന്നാൽ തന്റെ ഈ അന്ത്യനാളുകളിൽ താൻ അങ്കമാലിയിലായിരിക്കുക എന്നുള്ളതും ദൈവത്തിന്റെ താല്പര്യത്തിന് വിധേയപ്പെട്ടതായ ഒരു കാര്യമായിരുന്നു. തന്നോട് എപ്പോൾ സംസാരിച്ചാലും തനിക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ താല്പര്യം ഇതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അടഞ്ഞ ഒരു ശബ്ദമായിരുന്നു തന്റെ മുഖമുദ്ര. അടഞ്ഞ ശബ്ദമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. എപ്പോൾ ടെലിഫോൺ ചെയ്താലും ബിനുവേ എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം നന്നായിട്ട് ചെയ്തു. തന്റെ ദാസന് ദൈവം കൊടുത്ത അറിവ്, തന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചതായ ദൈവത്തിന്റെ പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ മുമ്പിൽ വാസ്തവമായ തലകളെ കുനിക്കുന്നു. ദൈവത്തിന് സകല മഹത്വം കരയേറ്റുന്നു. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അനുഗ്രഹീതനായ ഒരു ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ സജീവ് വർഗീസ് പറഞ്ഞതുപോലെ ജ്യേഷ്ഠ സഹോദരനായി നിന്ന് താൻ പ്രവർത്തിച്ചു എന്ന് ഇത് ഞങ്ങൾക്ക് മാത്രമല്ല അനേകർക്ക് തന്റെ ജീവിതം മാതൃകയാക്കാവുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാട് ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ജെയിംസിന്റെ ബ്രദറിലോ സുനേഷ് മുൻപോട്ട് വരിക. ബ്രദർ സുനേഷ് അനുസ്മരണയായ ചില വാക്കുകൾ ഇപ്പോൾ പറയുന്നതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം തിരുവചനത്തിൽ വായിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്നാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ, പ്രിയാത്മീയ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഹൃദയത്തിൽ വളരെ ദുഃഖമുണ്ടെങ്കിലും തന്നെക്കുറിച്ച് അനേകം ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോഴൊക്കെയും നാം ഈ ഫോട്ടോയിൽ കാണുന്ന MV തോമസിനെയാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരുന്നത്. ഞാൻ വിശ്വാസത്തിൽ വന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ സഹോദരിയുടെ പിതാവായപ്പോഴാണ് അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ അടുത്തറിയുവാനായിട്ട് ഇടയായിത്തീർന്നത്. അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോഴൊക്കെയും വളരെ ആ ഭൗമിക ബന്ധത്തെക്കാൾ ഉപരിയായി ഒരു ആത്മീയ പിതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹവുമായി സംസാരിക്കുവാനും വളരെ ഹൃദ്യമായ ഒരു ബന്ധം അദ്ദേഹവുമായി ഉണ്ടാകുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടയായിത്തീരുന്നു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ അദ്ദേഹം മരിക്കുന്നതിന് 2 ദിവസം മുൻപ് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കാണുവാനിടയായി. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഈ ചിരിക്കുന്ന മുഖമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ശാരീരികമായി വളരെ ക്ഷീണിതനായിരുന്നു. എങ്കിലും എൻ്റെ കൈകളിൽ മൃദുവായി പിടിച്ചുകൊണ്ട് മക്കളെ എന്നോട് ചോദിച്ചത്, എന്തുണ്ട് വിശേഷം, നിങ്ങളുടെ സഭയിൽ എന്തുണ്ട് വിശേഷം, നിങ്ങളുടെ സഭയിലെ ശുശ്രൂഷകൾ എങ്ങനെയാണ്, നന്നായി പോകുന്നു, വീട്ടിലെന്തുണ്ട് വിശേഷം. ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളെക്കാൾ അധികമായി അദ്ദേഹം എന്നോട് ചോദിച്ചത് ആത്മീകമായ കാര്യങ്ങളെയും ആത്മീയമായി സന്തോഷിപ്പിക്കുന്ന വാക്കുകളെയുമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. വളരെ ശാരീരികമായി ക്ഷീണിതനായിരുന്നുവെങ്കിലും തൻ്റെ മനസ്സ് വളരെ പ്രത്യാശയുടെ, തൻ്റെ മുഖം വളരെ സന്തോഷത്തിൻ്റെ എന്നോട് പറഞ്ഞു, മക്കളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരും. എന്നാൽ ദൈവഹിതമതായി കർത്താവ് തൻ്റെ ദാസനെ നല്ല പോർപ്പൊരുതി കർത്താവിൻ്റെ ദാസനെ സ്വർഗം തുറന്ന് അതിൻ്റെ വാതിൽക്കൽ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നു. വീണ്ടെടുപ്പ് നാളിൽ ഈ പ്രിയ പിതാവിനെ നേരിൽ കാണാമെന്നുള്ള പ്രത്യാശയോടും സന്തോഷത്തോടും കൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
പ്രിയ തോമാച്ചായനുമായിട്ട് വളരെ ദീർഘവർഷങ്ങളായി വളരെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് തിരുവല്ലയിൽ നിന്ന് ജോൺ മാത്യു ചായൻ കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളിൽ തിരുവല്ല ഹോസ്പിറ്റലിൽ താനായിരുന്ന സമയത്തൊക്കെ വളരെ അടുത്ത് ചെന്ന് സഹകരിക്കുകയും പലവിധ സഹകരണങ്ങൾ നൽകുകയും ചെയ്ത ഒരു മാന്യ ദൈവദാസനാണ് ജോൺ മാത്യു ചായൻ. ഇപ്പോൾ മുൻപോട്ട് വരും. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് ഓർപ്പിക്കട്ടെ, സമയം നമുക്ക് വളരെ പരിമിതമാണ്. അതുകൊണ്ട് തുടർന്ന് അനുസ്മരണ പറയുന്നവരൊക്കെ 3 മിനിറ്റിൽ കൂടാതെ ആ കാര്യം ശ്രദ്ധിക്കും എന്ന് വിശ്വസിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമക്കളായ നമുക്ക് എല്ലാവർക്കും ഇന്ന് ഇവിടെ ഇങ്ങനെ കൂടുവാനുള്ള മുഖാന്തരം നമ്മൾ അറിഞ്ഞതിന് മുമ്പേ ദൈവം അറിഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ എം.ഇ. തോമസിനെ കുറിച്ച് അനേക കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും അതിനുള്ള സമയമില്ല. എൻ്റെ ഭാര്യയുടെ ഇളയ സഹോദരന് ആനിക്കാട്ടുള്ള പൊന്നച്ചൻ അല്ലെങ്കിൽ പി.എ. എബ്രഹാമും എം.ഇ. തോമസ് ബ്രദറും ഒന്നിച്ച് ബോംബെയിലെ കഞ്ചൂർ മാർഗിൽ താമസിച്ച് കർത്താവിൻ്റെ വേല തങ്ങളുടെ യൗവനകാലത്ത് അല്ലെങ്കിൽ ബാല്യകാലത്ത് ടീനേജ് സമയത്ത് ചെയ്ത കാര്യം ഇന്നലെയും എൻ്റെ അളിയൻ വിളിച്ച് അറിയിച്ചു. തനിക്ക് കാലിലൊരു അപകടം പറ്റി പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇന്നിവിടെ വരുവാൻ സാധിക്കാഞ്ഞത്. തൻ്റെയും ദുഃഖവും അനുശോചനവും കുടുംബത്തെ അറിയിക്കണമെന്ന് എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതിനുള്ള സമയം ഇല്ല. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. എന്നാൽ 1-2 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാനും ഫീബായിൽ കൂടി ഒരു റേഡിയോ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് സഹോദരനും മറ്റുള്ള സഹോദരന്മാരും ചേർന്ന് ഒരു ഇവാഞ്ചൽ റേഡിയോ എന്ന മിനിസ്ട്രി തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞ ശേഷം തൻ്റെ മകളും മരുമകനും TMM ബ്രദറിൻ അസംബ്ലിയിൽ വന്ന സമയം മുതൽ അവിടെ വെച്ച് പരിചയപ്പെടുവാനും ഏറ്റവും കൃത്യമായ സന്തോഷകരമായ സമയങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുവാനും ഇടയായിട്ട് ഉണ്ട്. എം.ഇ. തോമസ് ബ്രദറിനെ കുറിച്ച് ഞാൻ കാണുന്നത് താൻ ഒരു അസാധാരണ മനുഷ്യനായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് ഞാനത് പറയുന്നത്, അസാധാരണ മനുഷ്യൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട്, തനിക്ക് ലഭിച്ച ചുരുങ്ങിയ കാലം കൊണ്ട് 67 പുസ്തകങ്ങൾ, ഈടിറ്റ ഗ്രന്ഥങ്ങൾ രചിക്കുവാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയത്തില്ല വിശ്വാസികളായ മലയാളികളുടെ ഇടയിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ, ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത്രമാത്രം പ്രഗത്ഭമായ ഈടിറ്റ അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതുവാൻ കർത്താവ് തന്നെ ഉപയോഗിച്ചു. എം.ഇ. തോമസ് ബ്രദർ ഒരു തികഞ്ഞ ഭക്തനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവഭക്തി